നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത് ഞാനാ, നിന്റെ ദിനേശനങ്ങളാ. ഇയാൾ എന്റെ തലക്കടിച്ച് ബാഗ് എടുത്ത് കടന്നു കളഞ്ഞതാ. ലച്ചു അങ്കിളിനെ തിരിച്ചറിഞ്ഞില്ലേ? അതല്ല ഗോവിന്ദ്, മുമ്പ് നടന്ന ഒരു സംഭവം കാവേരി പറഞ്ഞ് ഗോവിന്ദ് അറിഞ്ഞല്ലേ? ആ, അപ്പച്ചി ആ സംഭവം എന്നോടും പറഞ്ഞിരുന്നു. അവൾ ആ സംഭവം ഓർക്കണമെങ്കിൽ പഴയ ഓർമ്മകൾ അവളിലുണ്ടെന്നല്ലേ മനസ്സിലാക്കാൻ, അല്ലേ ഗോവിന്ദ്? തീർച്ചയായും. ലച്ചു മറന്നുപോയ നാളുകളിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണത്. അമ്മൂന് ഇങ്ങനെ ഒരു വിധി വരാൻ കാരണം ഞാനാ. അതിന്റെ കുറ്റബോധം കൊണ്ടാ ഞാൻ കാവേരിയും കൊണ്ട് എന്റെ വീട്ടിൽ പോയി നിൽക്കുന്നത്. ഇതെനിക്ക് സഞ്ജുവിനോട് വന്ന് പറയണമെന്ന് തോന്നി. എങ്ങനെയും നിങ്ങൾ ആ പഴയ അമ്മൂനെ എനിക്ക് മടക്കിത്ത. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരുന്നപ്പോഴാ ഇങ്ങനൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്ന. ദിനേശ് അങ്കിളിനെ മുന്നിൽ നിർത്തി വേണം ഇനി നമ്മുടെ ഓരോ നീക്കവും. നമുക്കേ ആ പഴയ സീൻ ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്താലോ? വിജനമായ സ്ഥലത്ത് ലക്ഷ്മി എത്തിച്ചിട്ട് ദിനേശൻ അങ്കിള് അവളെ ആക്രമിക്കാൻ വരുന്നതായിട്ട്. അതല്പം കടന്നു കൈയായി പോകുമെന്നൊരു സംശയമുണ്ട്. ഏതിനും ലച്ചുവിന്റെ ഡോക്ടറുമായിട്ട് ഞാനൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് ഞാൻ സഞ്ജുവിനെ കാണാൻ വരാം. സഞ്ജു പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിക്കാം. പക്ഷേ നമ്മുടെ നീക്കം പാളിപ്പോയ വലിയ വില കൊടുക്കേണ്ടി വരും. ഇതൊരു പരിശ്രമം മാത്രമല്ലേ? ദിനേശ് അങ്കിളിനെ കണ്ടപ്പോ ലച്ചുവിന് പെട്ടെന്ന് കഴിഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു സംഭവം നമുക്ക് വീണ്ടും ക്രിയേറ്റ് ചെയ്തൂടാ? സഞ്ജുവിന്റെ അഭിപ്രായം തന്നെ എനിക്കുള്ളത്. അവൾക്ക് ചിലപ്പോ ബോധക്ഷയം സംഭവിച്ചേക്കാം. പക്ഷെ അതിൽ നിന്ന് അമ്മ ഉണരുന്നത് ഓർമ്മകൾ തിരിച്ചു കിട്ടിയ നിലയിലേക്കാവില്ലേ? എന്താ ഇക്കാര്യത്തില് ഗോവിന്ദനൊരു ആശങ്ക? അമ്മൂന് എന്ത് അപകടം വരുന്ന? അപകടമുണ്ട്. ഈ ഷോക്കിൽ അവളുടെ അവസ്ഥ കൂടുതൽ വഷളാകാൻ സാധ്യതയേറെയാണ്. ഇപ്പോ 1 വർഷത്തെ ഓർമ്മകളെ മാഞ്ഞു പോയിട്ടുള്ളൂ. ഈ ഷോക്കില് ഒന്നുകിൽ മനസ്സ് മുഴുവൻ ബ്ലാങ്ക് ആവാം, അല്ലെങ്കിൽ മനോനില തെറ്റിയെന്നും വരാം. വലിയ ദുരന്തത്തിൽ ചെന്ന് അവസാനിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നത് ആ ഒരു കാരണം കൊണ്ടാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.